friends, it's me Anu. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മാക്സിമം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളുള്ള ദിവസമാണ്. പക്ഷെ അവളിന്ന് സ്കൂളിൽ പോകുന്നില്ല. അവൾക്ക് ഡാൻസിന്റെ എക്സാം ഡേ ആണെന്ന്. അപ്പൊ രാവിലെയാണ്. അപ്പൊ അതുകൊണ്ട് അവളിന്ന് സ്കൂളിൽ വിടുന്നില്ല. ജോക്കുനെ അത് കാരണം ഇച്ചിരിയും കൂടെ നേരത്തെ കൊണ്ടുവന്ന് കിൻഡിയിലാക്കണം. അപ്പൊ എക്സാം കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് കൂടെ പോകാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. അവനെ കിൻഡിയിൽ നിന്ന് എടുക്കാനുള്ളതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടത്തില്ല. എന്നാലും അങ്ങനത്തെ ഒരു പ്ലാനോടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വിത്തൗട്ട് എനി ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റു. അവരെല്ലാം പിള്ളേരെല്ലാം ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ. പിള്ളേരെല്ലാം അല്ല, കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ. ചോക്കൂനെ ഞാൻ തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കണം. അതൊരു വലിയൊരു ചടങ്ങാണ്. അപ്പോൾ കുഞ്ഞാറ്റ ബ്രഷ് ചെയ്തിട്ട് വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇച്ചിരി നേരത്തെ ഇറങ്ങണം. നമ്മൾ 1 hour മുന്നേ എക്സാമിന് ചെല്ലണം. അതിന് മുന്നേ ജോക്കുനെ സെറ്റാക്കി കിൻഡിയിൽ വിടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വഴിയെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. കുഞ്ഞാറ്റ പഠിക്കുന്ന ഡാൻസ് ജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് കേട്ടോ. അവളൊരു ഡാൻസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ യൂണിഫോം, പിന്നെ അതിന് ഹെയർ അങ്ങനെ വേറൊരു പ്രത്യേക രീതിയിൽ ടൈ ചെയ്യണം. അപ്പോൾ വീട്ടിൽ നമ്മൾ ജസ്റ്റ് യൂണിഫോം മാത്രം ഇട്ട് പോയാൽ മതി. ബാക്കി ഹെയർ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരത് ചെയ്തിട്ടാണ് എക്സാമിന് കയറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ജോക്കിന് വിട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമായിരുന്നു. അവൾക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല. ഇവിടെ പിന്നെ എക്സാം എന്നൊന്നും പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ തോൽപ്പിക്കൽ ജയിപ്പിക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് എക്സാമിന് വേണ്ടി പോവാം കേട്ടോ. ജോക്കിന് ആദ്യം കിൻഡിയിലാക്കണം. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നോക്കി പറ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ഗ്രൂമിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് എക്സാം വെച്ചേക്കുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞു. എക്സാം നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം ഇനി. അല്ല പറഞ്ഞ ഇവൾക്ക് വേണമെന്ന് പറയുന്ന സംഭവം ഈ അഗ്സിന്റെ ഒരു ഷൂസാണ്. അത് നമ്മുടെ ചാട്ട്വെൽ മോളിലില്ല, ബേസ് മോളിലേ ഉള്ളൂ അതിന്റെ സ്റ്റോർ വന്നിട്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂട്ടത്തിൽ 2-3 സംഭവങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അതിനുള്ള സമയം കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിത് അഗ് സ്റ്റോറിലെത്തി കേട്ടോ. അവിടെ കിഡ്സിൻ്റെയും മാത്രമല്ല കേട്ടോ, അഡൽസിൻ്റെയും ബേബീസിൻ്റെയും എല്ലാവർക്കും പറ്റിയ പല മോഡൽസിലുള്ള അഗ്സും ഉണ്ടായിരുന്നു. അവൾ ഒരു മോഡൽ ഉദ്ദേശിച്ചാണ് വന്നത്. ആ സെയിം മോഡലും അവൾക്ക് പറ്റിയ സൈസും കളറും എല്ലാം കൂടെ കിട്ടി. അത് കാരണം അവൾ സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഒത്തിരി എന്താ പറയുക, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി. താങ്ക് യു. ഹാപ്പിയാണോ?
അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മെക്കയുടെ ഷോറൂമിലേക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇവിടെ കയറാതെ ചുമ്മാ ഒന്ന് കയറാതെയെങ്കിലും പോവാതിരിക്കാൻ തോന്നാറില്ല. ഇതുണ്ട് ഷാർലറ്റ് ടിൽബറിയുടെ പ്രോഡക്ട്സ് പണ്ട് ഹാമിൽട്ടണിൽ ഇല്ലായിരുന്നു, ഓക്ലൻഡിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അവരത് ഹാമിൽട്ടണിലും കൊണ്ടുവന്നിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ് ആണ് കേട്ടോ ഷാർലറ്റ് ടിൽബറി. ഇതിന്റെ കുറച്ച് പ്രോഡക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ഒരു ഹൈലൈറ്റർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്റെ ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ഇവര് എനിക്കൊരു $30 വൗച്ചർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തിട്ട് കുറച്ച് പൈസയും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ഹൈലൈറ്റർ ആണ് വാങ്ങിച്ചത്. പീക്ക് ഡേ ആയതുകൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചുമ്മാ സ്റ്റോറിൽ നടന്ന അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. ചുമ്മാ കാണാലോ എന്ന് വെച്ചാൽ ഒത്തിരി പേരുള്ളപ്പോൾ ഇവിടെ പ്രൈവസിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല. മഗ്ഡിന്നാണ് കുഞ്ഞാറ്റ അവക്കുള്ളതും ജോക്കുണ്ണുള്ളതും ഫുഡ് അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ കിവി ഗ്രില്ലിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ വന്ന് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ക്രിസ്പി ചിക്കൻ ഷിൻസൽ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോൾ ബേസിൽ വന്നാലും ആ ഇതാട്ടോ ഓർഡർ ചെയ്യാറ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കിവി ഗ്രിൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ ക്രിസ്പി ചിക്കൻ ഷിൻസൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ഐറ്റമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അവൾക്കും ഇഷ്ടമാണ്. അവളും കുറച്ച് കഴിച്ചു, ഞാനും കുറച്ച് കഴിച്ചു. ഞങ്ങൾക്ക് നല്ല പോലെ ഞങ്ങൾ വിശന്നിരിക്കുമായിരുന്നു. എന്തായാലും വയറ് നിറയെ ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പം ജോക്കുണ്ട് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവന് 2-3 ടോയ്സ്, അവന് കാറുകളോടൊക്കെ ഇഷ്ടം. കാറ്, പിന്നെ ഡൈനോസേഴ്സിന്റെ ടോയ്സ്, ഇതൊക്കെയാണ് അവന് ഇഷ്ടപ്പെട്ടത്. അപ്പം അവന് പറ്റിയ 2-3 ടോയ്സോടെ മേടിച്ചിട്ട് ഞങ്ങള് പോവാണ്. പക്ഷെ വീട്ടിൽ പോവാൻ ഇച്ചിരിയും കൂടെ സമയം ബാക്കിയുള്ളത് എനിക്ക് 2-3 സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഇത് ഞാൻ ബാലവേല എടുപ്പിക്കുന്നതല്ല കേട്ടോ അവളെ കൊണ്ട്. അവക്ക് തന്നെ അത് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് ഇവിടെ ബ്രിസ്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അവിടെ ഫുൾ പ്രൈസിൽ നമ്മൾ സംഭവങ്ങൾ മേടിക്കാൻ പോയാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. മിക്കപ്പോഴും തന്നെ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഫർ ഉള്ള സമയത്ത് സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ അന്ന് മേടിക്കാൻ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലോത്ത് ഡ്രയർ ഒടിഞ്ഞു പോയായിരുന്നു കാറ്റത്ത്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അന്ന് അവിടെ ഓഫർ ഇല്ലായിരുന്നു, ഫുൾ പ്രൈസിനായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് എന്നോട് കസ്റ്റമർ സർവീസിൽ അവർ പറഞ്ഞു ഒരു 2 days കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓഫർ വരും എന്ന് പറഞ്ഞ കാരണം ഞാൻ അത് അന്ന് വാങ്ങിച്ചില്ല. 2 days കഴിഞ്ഞ ഓഫറിൽ വാങ്ങിക്കാലോ. പോകുന്ന വഴിക്ക് ഇതേ നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന വഴിയിൽ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് പോകുന്ന പോക്കാണിത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുഞ്ഞാറ്റയുടെയും ജോക്കുണ്ടിന്റെയും ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കട ലുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്ത് സാധനം വേണേലും കിട്ടും. പിന്നെ ഈ ഡെക്കറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടുന്ന് നമുക്ക് റെന്റിനും കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. കസ്റ്റമൈസ് ബലൂണൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അങ്ങനെ എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് ലുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്.
എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. വെയിൽ കാരണം ഒന്നും കാണുന്നില്ല ഗൈസ്. എനിവേസ് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോവാണ് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഇനി പോയിട്ട് ജോക്കുവിനെ പിക്ക് ചെയ്യണം, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം. അപ്പം ബാക്കി ഇനി ചെന്നിട്ടുള്ള വ്ളോഗ്സ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, കാരണം നല്ലപോലെ തലവേദന എടുക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. അത് ചുമ്മാ ജോക്കിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മാഗ്നറ്റിക് ലെറ്റേഴ്സ് മേടിച്ചത്. ഓക്കെ, അപ്പം ജോക്കുവിനെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ജോക്കുവിനെ എടുക്കാനായിട്ട് എനിക്ക് ഒരിച്ചിരി സമയം കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഡ്രസ്സ് മാറിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പെർഫ്യൂമിൻ്റെ റിവ്യൂ എടുക്കാനായിട്ട് ഡ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടതെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, റിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മണവും പിന്നെ പോയിട്ട് നല്ലതായിട്ട് ഞാൻ വെയിലടിച്ചായിരുന്നല്ലോ, അപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുവാണ്. കണ്ണിൻ്റെ പവറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ പെർഫ്യൂമിൻ്റെ ഈ മണവും കൂടെ എല്ലാം കൂടെ ആയപ്പം ഇനി ഒരു വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ശാരീരികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ജോക്കിനെ ഞാൻ കെൻറ്റിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു, രണ്ടുപേർക്കും ഫുഡ് കൊടുക്കണം, ഞങ്ങൾ കുളിക്കണം, അപ്പോഴേക്കും അച്ഛൻ വരും, പിന്നെ ഡിന്നർ കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ റീൽസ് അപ്ലോഡ് ചെയ്യുമോ, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമോ, അങ്ങനെ വീട്ടിൽ വിളിക്കുന്നു, അങ്ങനെയൊക്കെ എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പെർഫ്യൂമിൻ്റെ റിവ്യൂ വീഡിയോ ഇതിൽ ഏത് വീഡിയോ ആണ് ആദ്യം അപ്ലോഡ് ആവുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ്, ഇതിന് മുന്നെയാണ് അത് അപ്ലോഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. എൻ്റെ പെർഫ്യൂമിൻ്റെ റിവ്യൂ വീഡിയോയും കൂടെ നിങ്ങൾ കാണണം. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.